ഇക്കുറി എനിക്ക് സംസാരിക്കാനുള്ളത് ബീഫ് നിരോധനത്തെ കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്ങും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഡിബേറ്റ് നടന്നിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകത്തില്ല. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ബീഫ് നിരോധനം ശരിയാണ് അല്ലെങ്കിൽ ബീഫിന് നിരോധനം ശരിയല്ല എന്ന തരത്തിലുള്ള ചർച്ച പോകുന്നത്. ബീഫ് നിരോധനം സംഭവിച്ചു, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ജനങ്ങളുടെ അവകാശത്തെ എന്ത് ഭക്ഷിക്കണം എന്നുള്ള അവകാശങ്ങൾക്ക് മേലുള്ള ചോദ്യമാണ് എന്ന തരത്തിലുള്ള വലിയ ഒരു വിഭാഗം പ്രചരണം നടത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം പ്രചരണം നടത്തുന്നു. അല്ലാതെ അത് തെറ്റാണ് എന്ന രീതിയിലല്ല പ്രചരണം നടക്കുന്നത്. അപ്പം ഇത് കേരളത്തെ ഇത്രയധികം സ്വാധീനിക്കാനായിട്ടുള്ള കാരണം കേരളത്തിന്റെ പ്രത്യേക തരം സാംസ്കാരിക പശ്ചാത്തലമാണ്. അപ്പം ഞാൻ ഈ വിഷയത്തിൽ വളരെ അടിസ്ഥാനപരമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് എന്ത് ഭക്ഷിക്കണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വ്യക്തിയാണെന്നും അതിൽ ഭരണകൂടം ഇടപെടാൻ പാടില്ല എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് മറ്റേ താടി വളർത്തുന്നവർ നക്സലൈറ്റുകളാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ആശയം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളോട് ഞാൻ 100% ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗത്തല്ല. കാരണം രണ്ടു പക്ഷവും ചില കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. രണ്ടു പക്ഷവും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലും ചില രേഖകളുടെ അടിസ്ഥാനത്തിലും അവരുടെ അറിവ് വെളിപ്പെടുത്തുകയും ഒപ്പം മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. പതിവായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ പോലെ തന്നെ ഇവിടെ നമ്മളതിനെ വിലയിരുത്താൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹിന്ദു അജണ്ടയുടെ ഭാഗമായി മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഒരു ബീഫ് നിരോധനം, സമ്പൂർണ്ണ ബീഫ് നിരോധനം, അങ്ങനെ ഒരു ബീഫ് നിരോധനം സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളുകളായിട്ട് മുമ്പ് 1960 നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പാസാക്കിയ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിനോടനുബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ് അതിപ്പം ഈ കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. അപ്പം ഇത് രാജ്യത്തെ പല നിയമങ്ങളും അങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ ചില പോളിസികൾ കൊണ്ടുവരുന്നു. ഈ പോളിസികളും റൂള് തന്നെയാണ്, നിയമം തന്നെയാണ്. ആ നിയമത്തെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ കൊണ്ടുവരാം, സംസ്ഥാനങ്ങൾക്ക് നിയമം കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അല്ലെങ്കിൽ മറ്റേ വൈൽഡ് ലൈഫ് ആക്ട്, ഇത്തരത്തിലുള്ള വാട്ടർ ആക്ട്, എയർ ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അത് സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ ഈ നിയമങ്ങളെ അനുവദിക്കുന്ന റൂളുകൾ കൊണ്ടുവരും. അപ്പൊ ഈ പ്രിവെൻഷൻ ഓഫ് ഇതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് ആനിമൽ ക്രൂവൽറ്റി ആക്ട് അനുസരിച്ച് 1960 ആക്ട് അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഈ സ്ലോട്ടർ നിരോധനം, അതായത് ഗോവധ നിരോധനം അല്ലെങ്കിൽ അറവുശാല അല്ലെ കശാപ്പ് നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും മുമ്പ് പോലെ നടപ്പിലാക്കിയതാണ്. കേരളം, ത്രിപുര, പശ്ചിമ ബംഗാൾ, പിന്നെ വടക്ക് കിഴക്കൻ എല്ലാ സംസ്ഥാനങ്ങളും മാത്രമാണ് ഇതിന്റെ കാരണം വളരെ നമ്മുടെ ഒരു സാംസ്കാരികമായ ഒരു പശ്ചാത്തലം ബാക്കി സംസ്ഥാനങ്ങളെല്ലാം പണ്ടേ നടപ്പിലാക്കി. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ധാരാളം കാളകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും, അതായത് നാം പറയുന്ന ഈഴവ സമുദായമടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു മെജോറിറ്റി വരികയാണ്. അപ്പൊ ഇവരുടെ ഭക്ഷണ രീതിയുടെ ഭാഗമാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബീഫ് നിരോധനം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം ഇവിടെ ഉണ്ടാവുകയും ഒരു ജനകീയ വികാരം ഉണ്ടാവുകയും ചെയ്യും. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളില് ഇത് ബാധകമല്ല. അതുകൊണ്ടാണ് അവിടെ പണ്ട് മുതലേ ജയപ്രകാശ് നാരായണനെ പോലൊരു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിപ്ലവകാരി എന്തുകൊണ്ട് ബീഫ് നിരോധനം നടപ്പിലാക്കുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഈ ഗോവധ നിരോധനം നടപ്പിലാക്കുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയ ആളുകളാണ്. ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഈ പറയുന്ന ഭരണഘടനയിലുണ്ട് നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് പറയുന്ന ഒരു വശം മാത്രമാണ്. സുപ്രീം അങ്ങനെ ഒരു എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണം എന്നൊന്നും ഭരണഘടനയെ പറയുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ 21 റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 അകത്ത് ഒരു വ്യാഖ്യാനമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് കഴിക്കണം എന്ന് ഇടപെടാൻ പാടില്ല. അതേസമയം ഭരണഘടനയുടെ 48ാമത്തെ ആർട്ടിക്കിളിൽ വ്യക്തമായി പറയുന്നുണ്ട്
ഗോവധം നിരോധിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം ഗോവധമാണ് വാസ്തവത്തിൽ ഒരു പരിധിവരെ ഭരണഘടന അനുസരിച്ച്. ഇത് തെറ്റാണ്, ഭരണഘടന വിരുദ്ധമാണ്, ഇത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഇപ്പൊ 2005 സുപ്രീം കോടതി അത് പറ്റത്തില്ല, അത് ആ ആർട്ടിക്കിൾ 48 വാലിഡ് ആണെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും അവിടെ പ്രസക്തമല്ല. ഇത് ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇപ്പോഴത്തെ നിയമത്തിലേക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കൊണ്ടുവന്ന നിയമത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നിയമം വായിച്ചാൽ ഇങ്ങനെയൊരു വലിയ അജണ്ട അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയത്തില്ല. കാരണം ഇതൊരു റൂൾ കൊണ്ടുവന്നതാണ്. അത് അറവുശാലകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള റൂളാണ്, അല്ലാതെ ബീഫ് നിരോധിക്കാൻ വേണ്ട റൂളല്ല. ഈ കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരാറുണ്ട്. അതിൽ അറവുശാലകളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ നിയമത്തിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ നമ്മുടെ ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിൽ ഇത് അറവുശാല നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടത്. അപ്പൊ അതിന് ചില നിബന്ധനകൾ വെച്ചതിന്റെ കൂട്ടത്തിൽ അതായത് കാറ്റിൽ ഫീൽഡ്, ചന്തകളിൽ നിന്ന് മറ്റേ കാളകളെയും മറ്റും കൊണ്ടുപോകുമ്പോൾ അത് കൊല്ലാൻ വേണ്ടി ആവരുത് എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള ഒരു വകുപ്പാണുള്ളത്. അതിനർത്ഥം ഇവിടെ ബീഫ് നിരോധിച്ചു എന്നേ അല്ല, ബീഫ് നിരോധനമൊന്നുമില്ല. അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അതേസമയം ഇവിടെ നമുക്ക് മുൻപത്തേതുപോലെ തന്നെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അതിൽ മറ്റൊരു വ്യാഖ്യാനമുള്ളത് വളരെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ നമ്മൾ നാടെടുത്ത് നമ്മളൊക്കെ സംഭവിക്കുന്ന ചെറിയ കാളച്ചന്തകളിൽ പോയി കാളകളെ മേടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പോത്തിനെ മേടിച്ചുകൊണ്ടിരുന്നു. അത് ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെ നമ്മൾ വെട്ടുന്നു, എല്ലാവരും പങ്കിട്ട് കഴിക്കുന്നു. അതിനു പകരം ഇതൊരു സംസ്കൃത സംവിധാനമായി മാറുമ്പോൾ ഈ മേഖല വൻതോതിലുള്ള മാഫിയ, റിലയൻസിനെ പോലുള്ള വലിയ മാഫിയകളുടെ കൈകളിലേക്ക്, വലിയ വൻകിടക്കാരുടെ കൈകളിലേക്ക്, മാഫിയകൾ എന്ന വാക്ക് തെറ്റാണ്, വൻകിടക്കാരുടെ കയ്യിലേക്ക് പോവുകയും ചെറുകിട മാറുകയും ചെയ്ത ഒരു പ്രതിസന്ധി ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ഇത് ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ള വാദം ശരിയല്ല. ഇതൊരു സാമ്പത്തിക ശാസ്ത്രം ഇതിന് പിന്നിലുണ്ട്, ഇതിനെ ഒരു കുത്തകവൽക്കരിക്കുന്നതിന്റെ ഭാഗമുണ്ട് എന്ന് പറയുന്നത് യുക്തിസഹമാണ്. ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന സാധനത്തിൽ പിന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട കാര്യം ഇതൊരു റൂൾ, ഒരു പോളിസിയാണ് കേന്ദ്രം കൊണ്ടുപോകുന്നത്. ഈ റൂൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇത് കേരളം നടപ്പിലാക്കുന്നതിന് കേരളം പുതിയ റൂൾ കൊണ്ടുവരണം. നമ്മൾ റൂൾ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും സംഭവിക്കത്തില്ല. കാരണം ഇവിടെ വന്ന് ഒരാളെ ഇറച്ചി വിറ്റതിന്റെ പേരിൽ, ഇറച്ചി മേടിച്ചിട്ട് പേരിൽ CBI കേസ് നടക്കത്തില്ല. അതൊക്കെ ഒരു സാങ്കേതികമായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു വിവാദമാകാൻ മെറിറ്റ് ഈ വിഷയത്തിന്റെ ഒരു ഇന്റൻഷൻ, ഈ നിയമം കൊണ്ടൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് അല്ല. അതൊരു